ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യാക്കോബ് ശ്ലീഹ 3:2 നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്തവൻ പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. യെസ്, ദ വേർഡ്സ് ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ എ പിസ്റ്റൾ. യെസ്, വാക്കുകൾ തോക്കുകളേക്കാൾ ശക്തമാണ്. സ്നേഹമുള്ളവരെ, ഈ വചനഭാഗം വായിച്ചപ്പോൾ തമ്പുരാൻ തന്ന ബോധ്യം ഇതാണ്: നാം ഒരു ദിവസത്തിൽ പലവട്ടം കുരിശടയാളത്താൽ മുദ്ര ചെയ്യപ്പെടുന്നുണ്ട്. നാം ഓരോ പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപും നാം നമ്മുടെ ശരീരത്തിൽ കുരിശുകൊണ്ട് മുദ്രയടയാളം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ മുദ്രിതമാകുന്ന കുരിശടയാളം വരയ്ക്കുമ്പോഴൊക്കെയും നാം ബോധപൂർവം ആണോ ചെയ്യുന്നതെന്ന് ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ നെറ്റിത്തടത്തിൽ ആദ്യമായി നാം കുരിശ് വരയ്ക്കുമ്പോൾ നമ്മുടെ ചിന്താമണ്ഡലങ്ങളെയാണ് വിശുദ്ധീകരിക്കേണ്ടത്. കാരണം എല്ലാ ചിന്തകളും ഉത്ഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്നാണ്. എല്ലാ പാപങ്ങളും ഉത്ഭവിക്കുന്നതും നമ്മുടെ ചിന്തയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നാം നെറ്റിത്തടത്തിൽ ആദ്യമായി കുരിശ് വരയ്ക്കുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ ചിന്താമണ്ഡലങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന ഉൾബോധ്യത്തോടു കൂടി വേണം നെറ്റിത്തടത്തിൽ കുരിശ് വരയ്ക്കുവാൻ. വീണ്ടും രണ്ടാമതായി നാം നമ്മുടെ അധരങ്ങളിലാണ് കുരിശ് വരയ്ക്കുന്നത്. ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. യെസ്, അധരങ്ങളെ നാം കുരിശടയാളത്താൽ മുദ്രിതമാക്കുകയാണ്. കാരണം നമ്മുടെ ശത്രു പുറത്തല്ല. നമ്മുടെ ശത്രുവും മിത്രവും നമ്മുടെ നാവാണ്. നമ്മൾ ശത്രുക്കളെ സൃഷ്ടിക്കുന്നതും മിത്രങ്ങളെ സൃഷ്ടിക്കുന്നതും നാവ് ഉപയോഗിച്ചാണ്. കർത്താവെ, ഞങ്ങളുടെ നാവുകളെ വിശുദ്ധീകരിക്കണമേ എന്ന വിചാരത്തോടുകൂടി രണ്ടാമത്തെ കുരിശടയാളം വരയ്ക്കുക. പിന്നീട് മൂന്നാമത് കുരിശ് വരയ്ക്കുന്നത് നമ്മുടെ ഹൃദയഭാഗങ്ങളിലാണ്. കാരണം നമ്മുടെ എല്ലാ ഇമോഷൻസും എല്ലാ ഫീലിങ്ങുകളും ഹൃദയത്തിലൂടെയാണ് നാം എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു മനുഷ്യനെ സ്നേഹിക്കാനും വെറുക്കാനും എല്ലാം കഴിയുന്നത് ഹൃദയ ഭാഷയിലൂടെയാണ്. സ്നേഹമുള്ളവരെ, ഇങ്ങനെയാണ് കുരിശ് വരയ്ക്കുമ്പോൾ നാം നമ്മുടെ ശരീരഭാഗങ്ങളെ വിശുദ്ധീകരിക്കേണ്ടത്. സ്നേഹപിതാവായ നല്ല തമ്പുരാനെ, ഞങ്ങളുടെ ചിന്താമണ്ഡലങ്ങളെ, ഞങ്ങളുടെ നാവുകളെ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഒരാളുടെ വാക്കുകൾക്ക് മറ്റൊരാളെ വളർത്താനും തളർത്താനും മുറിവുണ്ടാക്കാനും മുറിവുണക്കാനും സാധ്യതയുണ്ട്. ഈശോനാഥ, വളരെ ബോധപൂർവം ഞങ്ങളുടെ വാക്കുകളെ ഉപയോഗിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.